നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന പകുതി ആളുകളും, അതായത് 50% ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ല. നിങ്ങൾ ചില പുറത്തായിരിക്കാം, നിങ്ങളുടെ കസിൻ്റെ വീട്ടിലായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ വീട്ടിന് പുറത്ത് വേറെ ഔട്ടിങ് പോയതായിരിക്കാം. അവിടെ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. പക്ഷേ ബാക്കി പകുതി % ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ പഠനം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായ ഇതിൽ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് A+ കിട്ടി അവരെന്ത് ചെയ്യും? അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ, ആ ബാക്കി വരുന്ന 50% വരുന്ന 50% വരുന്ന ആളുകൾ, അതായത് മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാമിൻ്റെ ചൂട് അവർ പോലും അറിയാതെ അവരിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മോഡൽ എക്സാമിന് ശേഷം നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് വെറുതെ ഞാൻ തമാശ കമൻറ്റ് കൂട്ടാനുള്ള പരിപാടിയല്ല. നിങ്ങൾ കറക്റ്റ് എന്താണ് ഓരോ കുട്ടിയുടെ നിലവിലെ അവസ്ഥ, പഠനം എന്നുള്ളത് വീഡിയോ കാണുക, താഴെ കമൻറ്റ് വായിക്കുന്ന ഓരോ ആൾക്കും മനസ്സിലാവണം. എന്നിട്ട് അവരുടെ പഠനത്തിൽ അവർക്ക് മാറ്റം കൊണ്ടുവരേണ്ട സാധ്യത. അതാണ് നമ്മൾ എക്സാം സീരീസ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എക്സാം സീരീസ് വീഡിയോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ നിങ്ങൾക്ക് എക്സാമിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എനിക്കറിയാവുന്ന സജഷൻസും ഗൈഡൻസും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ട രീതി എന്താണ്? മോഡൽ എക്സാമിന് ശേഷം നിങ്ങളുടെ പഠനത്തെ ഇനി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 50% ആളുകൾ ഇപ്പോൾ ഈ പരീക്ഷ നോക്കി കാണുന്നത് എനിക്ക് വലിയ A+ ഒന്നും എന്തായാലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല, എല്ലാത്തിനും ജസ്റ്റ് പാസ് മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ, ചിലതൊക്കെ ഞാൻ തോറ്റു പോയിട്ടുണ്ട്, ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊണ്ട് ഡൈജസ്റ്റ് ആവുന്നില്ല, എക്സാം കുറച്ചും കൂടി ടഫൊക്കെ ആയിട്ട് തന്നെ തോന്നുന്നത്, എന്താണെന്നറിയില്ല, ഇനി അങ്ങനെയായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നെഗറ്റീവ് കൊണ്ട് ഒരു വലിയൊരു മനക്കോട്ട കെട്ടി, അത് വലിയൊരു കൊട്ടാരം കെട്ടി അതിലിങ്ങനെ രാജാവായി വാഴുന്ന ആളുകളുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്ന ആ നെഗറ്റീവിൻ്റെ കൊട്ടാരം കെട്ടി തലയിൽ വെച്ചുകൊണ്ട് ഒരു ഗുണം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി എല്ലാ ആളുകളും ചെയ്യേണ്ടത്, ഏറ്റവും ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയാണ്. ഒരു തവണ ഏറ്റവും മിനിമമാണ്. നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ചില ആളുകളൊക്കെ പരീക്ഷ കഴിഞ്ഞ് ഉടനെ റോക്കറ്റ് വിടുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ പറത്തി വീഴും, ചിലപ്പോൾ നിലത്ത് ചുട്ടി കൂട്ടി എറിയും, ഉണ്ടസേർ കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല, കാരണം അവർ പരീക്ഷയെ കാണുള്ളൂ, അത്രേ സീരിയസ്നെസ് അവർക്കുള്ളൂ. അല്ലാതെയുള്ള എൻ്റെ കുറച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കുട്ടികൾ, അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, കറക്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് വെക്കുക, ആ ഓരോ ചോദ്യങ്ങളും അവർ ക്വസ്റ്റ്യൻ മറ്റൊന്നുമില്ല, എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഓരോ ചോദ്യങ്ങളും കറക്റ്റ് നിങ്ങളൊരു ബുക്ക് പുസ്തകത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്രിന്റോ A4 ഷീറ്റോ വാങ്ങുക, അതിലേക്ക് എഴുതി വെക്കുക. അതിന് ഉത്തരങ്ങൾ, ഡീറ്റെയിൽഡ് ഉത്തരങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ മാർക്ക് അനുസരിച്ച് ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കണം. അങ്ങനെ എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും എക്സാം എഴുതുന്ന രീതിയിലും അതുപോലെ തന്നെ ഓരോ മാർക്ക് ബേസിൽ എത്രത്തോളം എനിക്ക് ഉത്തരം എഴുതാൻ സാധിക്കും എന്നതിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കിട്ടും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ നിർബന്ധമായി ചെയ്യണം. അത് ചെയ്യണം. ഞാൻ ഇന്ന് ഈ വീഡിയോ കണ്ട് നാളെ ആകുമ്പോഴേക്കും 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾ ആ കാര്യം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് എത്രയും ചാപ്റ്റേഴ്സ് 24 മണിക്കൂർ ചെയ്യാൻ സാധിക്കുമോ സാറേ? പറ്റും. നിങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരു മണിക്കൂറോളം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. വിത്ത് ടെക്സ്റ്റ് ബുക്ക് ആൻസർ വെച്ച് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. 1 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 5-6 പേപ്പറൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്യണം, കാരണം അത്രയും സമയം നമ്മുടെ മുന്നിലുള്ളൂ. എന്നിട്ട് ഇത് ചെയ്യാൻ റെഡിയുള്ള ആളുകൾ ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ താഴെ ഈ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് റെഡി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ആദ്യം നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? അത് നമ്മളൊരു എക്സ്പ്രഷൻ കാണിച്ചിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് മാനസികമായോ ശാരീരികമായോ കേൾവി കൊണ്ടോ കണ്ടുകൊണ്ടോ നമ്മൾ അറിയണം. എന്നാലും നമ്മൾ അതിനൊരു വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ തന്നെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ എഴുതുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഞാൻ സോഷ്യൽ എടുക്കുന്ന ആളാണ്, ഇതിൽ ഞാൻ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് എസ് ആണ് കറക്റ്റ് എവിടെ ചോദിച്ചത്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ആണ് ഈ കഴിഞ്ഞ എക്സാമിന് എസ് ചോദിച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും റെഫർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഒരിക്കലും എൻ്റെ വീഡിയോ കാണുന്ന ഒരു കുട്ടിയെ പോലും ഇവിടെ നെഞ്ചത്ത് കൈവച്ചാൽ പറയും ഞാൻ ഒരു മിസ് ഗൈഡൻസ് ഞാൻ ചെയ്യാറില്ല, തെറ്റായ ഒരു കാര്യം എൻ്റെ കുട്ടി ഞാൻ കൊടുക്കാറില്ല. ഞാൻ കറക്റ്റ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ, ഇനി ഞാൻ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നൊരു കാര്യം മാത്രമേ വീഡിയോ ആയിട്ട് ഓഡിയോ ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ അത്രത്തോളം റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. രണ്ടാമത്തെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യല്ലോ. ഇപ്പോൾ ഈ നമ്മൾ എസ്സേ ചോദിച്ച ചോദ്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി ലൈക്ക് നിങ്ങൾക്ക് മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ ചോദിച്ച ചോദ്യങ്ങളുണ്ടാവും അല്ലേ? ആ ചോദ്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ്, ആ ടോപ്പിക്ക് പിന്നെ ഏത് ടോപ്പിക്കാണ് സാർ ഇമ്പോർട്ടൻസ് പറഞ്ഞത് എന്ന രീതിയിൽ നമ്മൾ സോർട്ട് ചെയ്ത് പഠിക്കണം. ആ ചോദ്യം ചോദിച്ച രീതി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതി ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞ പരിപാടി, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ആൻസർ കണ്ടെത്തിയാൽ തന്നെ നിങ്ങളുടെ തലയിൽ ഒരു 60% പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമായി, നിങ്ങളുടെ 60% ടെൻഷൻസിന് അവിടെ പരിഹാരമായി. ഇത് നിങ്ങൾ ഇന്നലെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യാൻ വേണ്ടി പുറപ്പെടണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. കാരണം പല ആളുകൾ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പ്രധാനപ്പെട്ട
കാരണം ഇപ്പോൾ ഞാൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് കുട്ടികളുണ്ട്, ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആളുകൾ ഞാൻ നോക്കുമ്പോൾ അവരിപ്പോഴും പിന്നെ 2-3 ആൾക്കാർ ഐ മീൻ എവിടെ നോക്കിയാലും എൻ്റെ കുട്ടികളെങ്കിൽ എനിക്കിങ്ങനെ കാണാം. ഇപ്പോൾ ചില ആളുകൾ വെറുതെ നടന്ന് ഫ്രണ്ട്സിനോട് കളിക്കുന്ന ആൾക്കാരുണ്ട്, ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുണ്ട്, ഗേൾസാണ് പലപ്പോഴും ഷോപ്പിങ്ങിന് വെറുതെ മാളിലൊക്കെ കറങ്ങി നടക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴും നിങ്ങളൊരു മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾ എക്സാം സീരീസ് തലേന്ന് തൊട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പണി പാളും. പോരാതെ നോമ്പൊക്കെയാണ്, റമദാനാണ്, ഒരുപാട് സമയം, പിന്നെ നോൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് സമയങ്ങളൊക്കെ കിട്ടും. ആ സമയമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവായി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മാറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എക്സാം ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ച്, ബുദ്ധിമുട്ട് എന്താണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുകൾ എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ കൊടുക്കുക, വീഡിയോ യൂസ്ഫുൾ ആണ് ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൺസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ 2 കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. രണ്ടാമത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ കണ്ടിട്ട് ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള അസംഷനിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. സോ നമ്മുടെ എക്സാം സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിർബന്ധമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.